ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് SDPA-യുമായി സഖ്യമുണ്ടാക്കിയതിൽ തനിക്കൊന്നും അറിയില്ല എന്നാണ് DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ചൊവ്വന്നൂരിൽ കാര്യങ്ങൾ നിശ്ചയിച്ചത് DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണെന്നും വർഗീസ് പറഞ്ഞു. എന്നോട് ഇത് ചോദിച്ചിട്ട് എനിക്ക് ഒരു ഉത്തരമില്ല. ഞാൻ ആരോടെ പറയാ? ഞാൻ വ്യക്തിപരം എന്നോട് തന്നെ പറയണം. ഞാനിതിലൊരു കമ്മിറ്റിയിൽ അംഗമല്ല. ഒരു സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോർ കമ്മിറ്റിയിലോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തീരുമാനിച്ച കമ്മിറ്റിയിലോ ഞാൻ അംഗമല്ല. നിങ്ങളെ ആരോടെങ്കിലും പത്രക്കാരോട് ആ മിനിസ് ചോദിക്കേ, പത്രക്കാരോട് പാർട്ടിക്കാർ മിനിസ് പറയട്ടെ വർഗീസിൽ ഭാഗമാണോന്ന്. പിന്നെ ഞാനെന്താ എൻ്റെ വ്യക്തിപരം ഞാൻ എന്നോട് പറയാം, വേറെ ആരോട് ഞാൻ പറയാം? ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വൈസ് പ്രസിഡന്റും തീരുമാനിച്ചത് ഞാനല്ല. KPC ജനറൽ സെക്രട്ടറി നേരിട്ട് വന്നിട്ട് തീരുമാനിച്ചത്. അത് എന്നെ അടുപ്പിച്ചിട്ട് പോലില്ല, എന്നെ വിളിച്ചിട്ട് പോലുമില്ല, എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്താ അഭിപ്രായം പറയാം? ഞാൻ അവിടെ പറയാം. അവരെടുത്തൊരു തീരുമാനമാവും KPC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ. അവരോട് പറഞ്ഞിട്ടുണ്ടോ പോലും എനിക്കറിയില്ല. ഇതിന് ബന്ധമുണ്ടോ ബന്ധമില്ലെന്ന്. ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ, ഈ ചൊവ്വന്നൂരിലെ ഈ SDPA സഖ്യത്തിൽ തനിക്കൊന്നും അറിയില്ല, തനിക്കൊരു പങ്കുമില്ല എന്നാണോ വർഗീസ് ചൊവ്വന്നൂർ വിശദീകരണം നൽകുന്നത്? ദിവ്യ, അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ചൊവ്വന്നൂരിൽ SDPA-യുടെ പിന്തുണ തേടി ഇത്തരത്തിൽ ഭരണസമിതി ഉണ്ടാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് വർഗീസിനെതിരെ അടക്കം, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസിനെതിരെ അടക്കം ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തനിക്കൊന്നും തന്നെ അറിയില്ല, തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടങ്ങളിലോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലോ ഈ കാര്യങ്ങളിലൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വർഗീസ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അത് DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടായത്. അത്തരത്തിലുള്ള യോഗത്തെക്കുറിച്ചോ അതിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചോ തനിക്ക് അറിയില്ല എന്നുള്ളതാണ് വർഗീസ് പറയുന്നത്. ഇത്തരത്തിൽ താൻ ഒരു പാർട്ടി പ്രവർത്തകനാണ്, മാത്രമല്ല അത് വർഷങ്ങളായി ചെയ്തു വരുന്ന പൊതുപ്രവർത്തകൻ തന്നെയാണ്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും തനിക്കില്ല എന്നുള്ളതാണ്. പാർട്ടി നയത്തിന് വിരുദ്ധമായി താൻ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണം തന്നെയാണ് വർഗീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു നടപടി അത് തന്നെ അറിയിച്ചിട്ടില്ല, മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ നടപടിയെ കുറിച്ച് അറിയുന്നത് എന്നുള്ളത് കൂടി വർഗീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും താൻ ഇതിൽ നിരപരാധിയാണ് എന്നുള്ള തരത്തിൽ, തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് വർഗീസ് പ്രതികരിക്കുന്നത്.